ഓർഡർ ചെയ്ത് പണമടച്ച ആളുകൾക്ക് വസ്ത്രമോ അല്ലെങ്കിൽ റീഫണ്ടോ കൊടുക്കാതെ ആരെയും പേടിയില്ലാതെ വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് പണം തട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ വസ്ത്ര വ്യാപാര സ്ഥാപനമാണ് മൂൺ ഗോഡ്സ് ഡിസൈനർ. എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ വസ്ത്ര വ്യാപാര ഓൺലൈൻ സ്ഥാപനമാണിത്. ഇവർക്ക് ഡയറക്റ്റ് ഔട്ട്ലെറ്റ് സ്റ്റോറുകൾ ഇല്ല എന്നതാണ് ഏറെ അത്ഭുതകരം. കൊറോണ സമയത്ത് ജനങ്ങൾക്ക് സമൂഹത്തിലിറങ്ങി ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതാണ് ഇവരെ ഇങ്ങനെ വളർത്തിയത്. തെറ്റായ ബിസിനസ് പ്ലാനാണ് ഇവരെ ഒരു അവസ്ഥയിലേക്ക് നയിച്ചതും. 500 രൂപയ്ക്ക് താഴെ എംബ്രോയിഡറി ചെയ്ത ഡിസൈനർ ചുരിദാർ ഇവരുടെ അടുത്തു നിന്ന് ലഭിക്കുമായിരുന്നു. എന്നാൽ അത് തയ്ക്കാനുള്ള തുണി വാങ്ങാൻ വരെ ആ ഒരു വില കൊടുക്കണം. വളരെ ചെറിയ വിലയ്ക്ക് സാധനം കിട്ടുന്നു എന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവരിൽ നിന്നും ഓർഡർ ചെയ്തു. 2 വർഷത്തിനു മുകളിലായി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റീഫണ്ട് ലഭിക്കാത്തവരുണ്ട്. ഇതിൽ പലരും കൺസ്യൂമർ കോർട്ടിൽ പരാതി ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കോടതിയിൽ നിന്നും അവരെ വിളിക്കുകയും പണമല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊടുക്കാനുള്ള സാവകാശം നൽകുകയും ചെയ്യുന്നു. ഒരുപാട് ആളുകൾക്കാണ് ഇതിനോടകം പണം നഷ്ടമായത്. മറ്റു ചിലരാകട്ടെ ഇവർ തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും പണം നൽകി ഓർഡർ ചെയ്യുന്നു. 1 വർഷം മുന്നേയുള്ള ഓർഡറുകളിലാണ് കൂടുതലും തട്ടിപ്പ് നടന്നിട്ടുള്ളത്. എന്നാൽ പുതുതായി വരുന്ന ഓർഡറുകൾ സ്വീകരിക്കുകയും അത് കറക്റ്റ് സമയത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. ഇത് വീണ്ടും അവർക്ക് മറ്റുള്ളവരെ പറ്റിക്കാനുള്ള സാഹചര്യം ഒരുക്കി നൽകുന്നു. തട്ടിപ്പിനിരയാകുന്നത് ഏറ്റവും കൂടുതൽ മലയാളികളാണ്. നിങ്ങൾ കൺസ്യൂമർ കോർട്ട് വഴി പരാതിപ്പെട്ടാൽ തക്കതായ തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ ഒരു സാധ്യതയുമില്ല. അതിനു പകരം പോലീസ് സ്റ്റേഷനിലാണ് പരാതിപ്പെടേണ്ടത്. സ്ഥാപനത്തിനെതിരെയല്ല, വ്യക്തിക്കെതിരെയാണ് പരാതിപ്പെടേണ്ടത്. ഇനിയൊരു തട്ടിപ്പ് നടത്താതിരിക്കാൻ എല്ലാവരും ഒരുമിച്ച് കൈകോർക്കേണ്ടതുണ്ട്. ഈ വീഡിയോയുടെ താഴെ മൂൺ ഗോഡ്സിൽ നിന്നും ഓർഡർ ചെയ്തിട്ട് ഉൽപ്പന്നമോ പണമോ തിരികെ ലഭിക്കാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഈ സ്ഥാപനം കഴിഞ്ഞ മാസത്തിൽ 100 രൂപയ്ക്ക് താഴെ ചില ഉൽപ്പന്നങ്ങൾ വിൽക്കുകയുണ്ടായി. ഇതുവരെ പ്രൊഡക്റ്റ് കിട്ടാത്തവർക്ക് കൊടുക്കാതെ പുതിയ കസ്റ്റമേഴ്സിനെ വലവീശി പിടിക്കാനാണ് ഈ തന്ത്രങ്ങൾ ഇവർ മെനഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം പുതിയ കസ്റ്റമേഴ്സ് വരികയും അവർക്ക് കറക്റ്റ് സമയത്തിന് പ്രൊഡക്റ്റ് ഡെലിവറി കൊടുക്കുകയും ചെയ്താൽ ഇവർ പിന്നീട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും ഗൂഗിളിൽ പുതിയ റിവ്യൂ നൽകുകയും ചെയ്യുന്നു. നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുക്കുമ്പോൾ ഈ സ്ഥാപനം വേണമെങ്കിൽ അവർക്ക് ക്ലോസ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ ആർക്കും പണം തിരികെ ലഭിക്കാൻ പോണില്ല. ഇനി വ്യക്തിക്കെതിരെ പരാതിപ്പെട്ടാൽ അവരുടെ ബാധ്യതയിൽ നിന്നും അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല.